നിമോയാജ് ഇടയ്ക്കിടയ്ക്ക് എന്താക്കും ഓറെ കാണാൻ വരും. ഇപ്പോൾ ഒരു ദിവസം ഓറെ ഭാര്യനെ ഹജ്ജിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ബസ്സിലേക്ക് കയറിയാൽ ഛർദി തുടങ്ങും. ബസ് നിറങ്ങുന്നവരേ ഛർദിയാണ്. ഇത് നേരിട്ട് എന്നോട് ഉസ്താദിനെ പറഞ്ഞു തന്നാൽ ഉസ്താദിൻ്റെ മോനെന്ന് സക്കാഫിയ ജീവിച്ചിരിപ്പുണ്ട്. ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് ഞാൻ മുക്കത്ത് പരിപാടിക്ക് പോയ സമയത്ത് അവിടെ ഒരു ദുആ പരിപാടിയുണ്ട്, ഞാനും പങ്കെടുത്തി. അന്നും എന്നോട് പറഞ്ഞത് ഈ സംഭവം മോനും പറഞ്ഞു. അങ്ങനെ ഷെയ്ഖുനാൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങളിങ്ങനെ ഹജ്ജ് പാസ്സായിക്കുന്ന ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ബസ് കയറിയാൽ ഛർദ്ദിച്ചാളും. ഇപ്പോൾ യാത്ര കുറേ പോകാനല്ലേ, ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ ഛർദി വേണ്ട, ഒറ്റപ്പറച്ച് ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ ഛർദി വേണ്ട. അങ്ങനെ മഹാനവറുകളുടെ ഭാര്യ ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരെ പിന്നെ ബസ് കയറി ഛർദി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായില്ല. അങ്ങനെ ചിലർക്ക് ഉണ്ടാവില്ലല്ലോ ബസ് കയറിയാൽ ഛർദിക്കാനല്ലോ. ഓർ പറഞ്ഞെന്താണ്, ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരെ ഛർദി വേണ്ട, ഒറ്റപ്പറച്ചിൽ. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരെ ഛർദിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഇതങ്ങ് നിന്നോ എന്ന് വിചാരിച്ചല്ലേ. ഓർ ഇങ്ങനെയാണ് ഇത് അവധിയെറ്റൊന്നും പോലും മനസ്സിലാക്കിയില്ല. ഏതായാലും ഛർദി ഇല്ലല്ലോ, ബസ്സിൽ കയറി പിറ്റേന്നോ യാത്ര കഴിഞ്ഞ് അന്നേരം ഏതൊരു കുടുംബത്തിനടുക്ക് പോകാൻ വേണ്ടി ബസ് കയറി ഛർദിച്ച്. അപ്പോഴാണ് നിമോയാജ് മനസ്സിലാക്കി, ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ ഛർദി വേണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇന്നേറെ ഉണ്ടായിട്ടില്ല, പിന്നെ തുടങ്ങി. ഇതൊക്കെ ഒരു നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തൊരു അത്ഭുതം അത്! എന്താണോ പറയുന്നത് അതാണ് നടക്കുക.